സാർ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നപ്പോഴത്തേക്കും ഓടിങ് വന്നത്. അല്ല, താൻ ഇത്രയും പെട്ടെന്ന് റീജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. നമ്മുടെ ഐസക് സാറില്ലേ, സാറിനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് പേഴ്സണലി ക്ലോസാണ്. സാറിൻ്റെ കൂടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഹെഡ് ഓഫീസിൽ ഇപ്പോൾ ആളുമുണ്ട്. സാറ് പേടിക്കണ്ട, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടി ദോഷമാണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ട് എന്താ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാൻ എത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പ്രതിക്കൂട്ടി കയറി നിൽക്കേണ്ടിയും വരും. അല്ല സാർ, എന്താ നമ്മുടെ പ്ലാൻ? ക്രിസ്റ്റീനെ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ സാർ? നമ്മൾ പ്രതീക്ഷ പോലെ നല്ല കാര്യങ്ങൾ. അതായത് ടോമും ജെസ്സി എന്നോട് സംസാരിച്ചു. അവർ നമ്മളെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി ചെയ്തെന്നല്ല, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങ് പറ്റിപ്പോയതാ. സാർ എന്താ ഈ പറയണേ? എടാ, ഞാൻ പറഞ്ഞില്ലേ, അവരോട് സംസാരിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. സാർ നമ്മുടെ ടോമിനെയും ജെസ്സിനെ തന്നെയാണോ പറയണേ? അതെ. എടോ, തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അവർക്കും പറ്റിയിട്ടുണ്ട്, നമുക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സത്യം പറഞ്ഞില്ല എന്നൊരു തെറ്റ് അവർ ചെയ്തു. പക്ഷേ അവരെപ്പറ്റി ഓരോ സങ്കല്പിച്ച് കൂട്ടി അവരെ സ്വന്തമാക്കണം വിചാരിച്ച നമ്മുടെ തെറ്റല്ലേ? ഇങ്ങനെയൊന്നല്ലല്ലോ സാർ ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞത്. കൃഷ്ണനെ താൻ പോയപ്പോൾ ഉള്ള സാഹചര്യം അല്ല ഇപ്പോൾ ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, താൻ അവരോട് സംസാരിക്കുക എന്നെ പോലെ. അപ്പം അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സാർ, അപ്പം അവർ നമ്മളോട് ചെയ്തതിനൊന്നും പ്രതികാരം വീട്ടണ്ടേ? പ്രതികാരം എന്തിന്? എടോ, ഈ കാര്യത്തിനൊക്കെ നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയാലേ അതിനൊന്നും ആവശ്യമില്ല ക്രിസ്റ്റീന. എടോ, ഞാൻ പറഞ്ഞോളൂ, താൻ അവരോടൊന്ന് സംസാരിക്കേ. സാർ മതി, ഇനി ഇത് കൂടുതൽ സാർ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. പിന്നെ എൻ്റെ മനസ്സ് വേദനിച്ചത് എന്തായാലും ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതിനെനിക്കൊരാളുടെ സഹായവും വേണ്ട. എടോ, ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ അവരെ പുറകെ ഇനിയും നടക്കുകയാണെങ്കിൽ അതൊക്കെ അവരുടെ സ്വാർത്ഥത ഉണ്ടായിപ്പോവും. അതുമല്ല, കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലായി വരുമ്പോഴത്തേക്ക് സമയമൊക്കെ ഒരുപാട് കഴിയും. സാർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ. സാർ ഇനി എന്താ പറയാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരോട് പൊറുക്കണം, ക്ഷമിക്കണം, മാപ്പാക്കണം, ഒരു കുടുംബം പോലെ ജീവിക്കണം. സാർ, എന്നെ കൊണ്ട് പറ്റില്ല. എടോ, ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. സാർ, ഞാനിവിടെ പോകുമ്പോൾ സാർ എനിക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? സാറിൻ്റെ വാക്ക് പാലിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. കാരണം എൻ്റെ പപ്പയുടെ പേര് അലക്സാണ്ടർ എന്നാ. അത് നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. ക്രിസ്റ്റീന, എൻ്റെ പപ്പയുടെ പേര് അലക്സാണ്ടർ എന്നാണ്. അതെന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ടോമിനും ജെസ്സിക്കും ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കീപ്പ് ചെയ്യും.